ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ മൂന്നാം അംഗത്തിനിറങ്ങി മുഹമ്മദ് മോസിൻ. CPI സംസ്ഥാന കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിലെ വികസന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഇടമാക്കി പട്ടാമ്പിയെ മാറ്റാൻ കഴിഞ്ഞതായി മുഹമ്മദ് മോസിൻ പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെയുള്ള പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. അതിനിയും തുടരണമെന്നും മുഹമ്മദ് മോസിൻ അഭ്യർത്ഥിച്ചു. പട്ടാമ്പിൽ ഇപ്പോ UDF സീറ്റ് തർക്കം നടക്കുകയാണ്, ലീഗിനോ കോൺഗ്രസിനോ. മുസ്ലിം ലീഗിനെ പോവുകയാണെങ്കിൽ അത് എങ്ങനെ ബാധിക്കുമെന്ന് എന്തെങ്കിലും? ഇല്ല, 2016 ഞാൻ വരുമ്പോഴും എതിർ സ്ഥാനാർത്ഥി ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമോ ഒന്നും ഞാൻ കാര്യമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. കാരണം എന്നെ പട്ടാമ്പി മണ്ഡലത്തിലെ ആളുകൾ കാണുന്നത് രാഷ്ട്രീയം നോക്കിയല്ല, അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്, ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു മകൻ, അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ രക്ഷിതാവ്, ഏട്ടൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയം നോക്കാതെ ഉള്ള ഒരു പിന്തുണയാണ് എനിക്ക് ഉണ്ടാകുക. അപ്പൊ എതിരായിട്ട് ആരാ നിൽക്കുന്നത്, എതിരായാലും ആരെങ്കിലുമൊക്കെ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് മുഹമ്മദ് മോസിന്റെ പേര് പ്രഖ്യാപിച്ചത്. മോസിന് ഇത് മൂന്നാം ഊഴമാണ്. 2016 പട്ടാമ്പിയിലെ സിറ്റിംഗ് MLA ആയിരുന്ന CP മുഹമ്മദിനെ പരാജയപ്പെടുത്തിയാണ് മുഹമ്മദ് മോസിൻ പട്ടാമ്പിയുടെ സാമാജികനാകുന്നത്. തുടർന്ന് 2021 വിജയം ആവർത്തിച്ചു. കോൺഗ്രസിലെ റിയാസ് മുക്കോളിയെ പരാജയപ്പെടുത്തിയായിരുന്നു നിയമസഭയിലെത്തിയത്, അതും 15,000-ലധികം ഭൂരിപക്ഷത്തോടെ. തുടർന്നാണിപ്പോൾ മൂന്നാം തവണയും ജനവിധി തേടുന്നത്. ജനങ്ങളോട് പറയാനുള്ളത്, ഇത്ര കാലം ഞാൻ 2016 വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങൾ ആവശ്യപ്പെട്ട വികസനങ്ങളൊക്കെ തന്നെ പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലം നമ്മുടെ കേരളത്തിലെ വികസന പദ്ധതികളിൽ ഒരു പ്രധാനപ്പെട്ട ഇടമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വാസവും സ്നേഹവും ഒക്കെ ഇനിയും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. CPI ജില്ലാ നേതൃത്വവും മുഹമ്മദ് മോസിനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും മുഹസിനെ പാർട്ടിയിൽ തരം താഴ്ത്തുകയുമൊക്കെ ചെയ്തിരുന്നു. മുഹസിൻ MLA ആയ പട്ടാമ്പി മണ്ഡലത്തിലെ CPI മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായി. കൂടാതെ സേവ് CPI വിമത കൂട്ടായ്മ രൂപം കൊള്ളുകയും ചെയ്തു. മൂന്നാം തവണയും മുഹസിൻ മത്സരരംഗത്തെത്തുന്നതോടെ ഏറെ പ്രതീക്ഷയിലാണ് ഇടത് കോട്ടകൾ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.